ഹായ്, ഈ വൈനിലയപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ ശർക്കര പാനിയിൽ അല്പം നെയ്യും ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കുറുക്കണം. അത് കുറുക്കി വരുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങയും ഇട്ടിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് ഒരു 3 ചെറിയ പഴം മിക്സിയിൽ അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് ആ 3 ചെറിയ പഴവും കൂടെ ഈ ശർക്കര പാനിയിലേക്ക് ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കണം. നന്നായിട്ട് മിക്സായി വന്ന് ആ പഴവും അതിലേക്കൊന്ന് വെന്ത് വരും. ആ സമയത്തേക്ക് നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി അതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൈവിടാതെ ഇളക്കണം. ആ ഇടിയപ്പത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈവിടാതെ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്, കട്ട പിടിക്കും. അങ്ങനെ കൈവിടാതെ ഇളക്കി ഒരു അയഞ്ഞ പരുവത്തിൽ, ഭയങ്കര ടൈറ്റായിട്ട് മാവ് വേണ്ട, ഈ പരുവത്തിലിരുന്നിട്ട് നമ്മൾ ഇത് വൈനയില എടുത്ത് ഇതുപോലെ ഇറുക്കിൽ വെച്ചിട്ട് കുമ്പിൾ കൂട്ടിയാൽ മതി. കുമ്പിൾ കൂട്ടിയിട്ട് നടുക്ക് മാവ് വെച്ചിട്ട് ആ വൈനയിലയുടെ മറുതുമ്പ് കൊണ്ട് ഈ ഭാഗം മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് എല്ലാം അതുപോലെ കുമ്പിളിലാക്കിയിട്ട് വൈനയില ഇതേപോലെ കുമ്പിൾ മടക്കി കൂട്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റി വേവിച്ചാൽ മാത്രം മതി. നമ്മളെ കുമ്പിളപ്പം റെഡിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം.